എമ്രോൻ്റെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ തംബ്നെയിലിൽ കണ്ടിട്ട് ഇപ്പോൾ കാണുന്നത് വേറെ ആരോ, അതായത് ഞാൻ വേറെ ആരോ അല്ല, ഞാൻ ഇതാ ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്ത് പല്ല് തേക്കാൻ പോണതാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ? വിചാരിക്കാനൊന്നുമില്ല, അതാണ് ഇവിടെ കാണിക്കുന്ന യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും എമ്രൂൻ്റെയാണ് കാണിക്കുന്നത്. പക്ഷെ അതിനു മുന്നേ ഞാനിവിടെ കെട്ടിയൊരുങ്ങി അണിഞ്ഞൊരുങ്ങിയൊക്കെ വരണ്ടേ പുറത്ത്. എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ അവനെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. എമ്രൂനെ ഞാൻ പൊക്കിക്കൊണ്ടുവന്ന് അവനെ അവൻ്റെ ചെയറിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. പിന്നെ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ട് ടി വിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ അവിടെ അടങ്ങിയിരിക്കത്തുള്ളൂ. ആ ഗ്യാപ്പിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഫസ്റ്റ് എമ്രൂനുള്ള ദോശയാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നല്ല മനോഹരമാക്കി ഒരു ദോശ, കുട്ടി ദോശ, കുട്ടിയല്ല ഇത് ഇച്ചിരി വലുതാണ് കേട്ടോ, വലിയ ദോശയും ചുട്ട്. കാരണം അവന് ഞാൻ കട്ട് ചെയ്താണ് കൊടുക്കുന്നത്. കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി കൊടുക്കുന്നത് കാരണം നമുക്ക് വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞിരുന്ന് കഴിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാനൊരു ദോശയൊക്കെ ചുട്ട് അവൻ്റെ പ്ലേറ്റിലോട്ട് ആക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു സിസറാണ്. ഇതെന്താ റെസിപ്പി വീഡിയോയാണോ, കുക്കിങ്ങിൻ്റെ വീഡിയോ ആണോ അല്ലേ, അതുപോലെ പറയുന്നതെന്ന് വിചാരിക്കല്ലേ. അപ്പോൾ ഗൈസ്, നമുക്ക് കത്തിരിയൊക്കെ എടുത്ത് ഒന്ന് ചെറുതായിട്ട് പെട്ടെന്ന് ഞാൻ സ്പീഡിലാണ് കട്ട് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, അവിടെ ഒരാൾക്ക് സമാധാനമില്ല. രാവിലെ എഴുന്നേറ്റ് പിന്നെ അപ്പോൾ അവന് കഴിക്കാൻ കിട്ടണം. കാരണം എഴുന്നേക്കുന്നത് തന്നെ വളരെ ലേറ്റായിട്ടാണ് ഇപ്പോൾ അവൻ എഴുന്നേക്കുന്നത്. ഒരു 9 മണിയൊക്കെ ആവും എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വിശക്കുമല്ലോ. പിന്നെ രാത്രി നല്ലപോലെ വയറൊക്കെ നിറച്ച് കഴിച്ചിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം അവന് കൊടുക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ദോശ മാത്രമാണ്. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവൻ കഴിച്ചോളും. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അവൻ്റെ പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്ലൂബെറിയും കൂടെ എടുത്ത് കട്ട് ചെയ്ത് അവൻ്റെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. ഇനി അത് അവൻ കഴിച്ചു. ദോശയും വെറും നെയ്യൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാരണം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അവന് വായിൽ വെച്ച് കൊടുക്കും. അത് കറിയൊക്കെ ആകുമ്പോൾ പിന്നെ എല്ലായിടവും പിടിച്ച് കണ്ണിലൊക്കെ തേക്കും. അതുകൊണ്ടാണ്. പിന്നെ ഇത് തന്നെ കഴിക്കുമ്പം കുറച്ചൊക്കെ താഴെ പോവാറുണ്ട്. സ്വന്തമായിട്ട് കഴിക്കുന്നതാണല്ലോ, 2 കുഞ്ഞ് വിരലും വെച്ചാണ് കഴിക്കുന്നത്. കാണാൻ നല്ല രസമാണ്. അപ്പോൾ തന്നെ കുറേയൊക്കെ താഴെ വീഴും. ഇതാ ഇവിടെ ഇരുന്ന് ഞാൻ ഫ്രഷാക്കി, അതായത് മുഖമൊക്കെ കഴുകി കൊടുത്താണ് കൊണ്ട് ഇരുത്തിയിരിക്കുന്നവന്. എഴുന്നേറ്റിലുടനെ ആദ്യം മുഖമൊക്കെ ഫേസൊക്കെ ഒന്ന് കഴുകി ജസ്റ്റ് ഒന്നിപ്പം ബ്രഷ് ചെയ്യാനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം പല്ലൊക്കെ വന്നല്ലോ, ബ്രഷൊക്കെ ചെയ്തതിന് ശേഷമാണ് കൊണ്ടിരുത്തുന്നത്. അതാ ഇവിടെ കണ്ണും തിരുമ്മി ഇരിപ്പുണ്ട്, ഉറക്കം തെളിയാത്ത പോലെ. അപ്പോൾ ഇനി ദോശയും ബ്ലൂബെറിയും അതുപോലെ തന്നെ അവൻ്റെ വെള്ളവും ചൂടുവെള്ളമാണ് ചൂടാക്കി വെച്ചിരിക്കും. എന്ന് രാവിലെ ആകുമ്പം വെള്ളം ആദ്യം ചൂടാക്കും. അപ്പം അതൊക്കെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനിരുന്ന് കഴിക്കുന്നുണ്ട്, വെള്ളമൊക്കെ തനിയെ കുടിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്തോളും. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ജനാല ഒന്ന് തുറന്ന് പുറത്തുള്ള എന്താണ് പുറത്ത് പരിപാടി എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി മഴ പെയ്തിട്ടുണ്ട്, റോഡൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഖത്തറിൽ സേഫാണോ എന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ സേഫാണ്, നമ്മുടെ ഖത്തറും സേഫാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പ്രധാനപ്പെട്ടത് പറയേണ്ടത്, എമ്രൂൻ്റെ ഹെയർ കട്ട് വ്ലോഗ് ചോദിച്ച് നടക്കുന്നുണ്ട്. അറിയാലോ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളധികം പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാറില്ല, ആവശ്യത്തിന് മാത്രമേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് ലാഗ് ആവുന്നത്. എന്തായാലും ഉടനെ തന്നെ, അതായത് 1-2 ദിവസത്തിനുള്ളിൽ ഞാനൊരു ഹെയർ കട്ട് വ്ലോഗ് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം കോമൻറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ അവൻ കഴിച്ച് ഡ്രസ്സിലൊക്കെ വെള്ളമൊക്കെ ആക്കിയത് കാരണം ഞാൻ ഇപ്പോൾ തൽക്കാലം ടീഷർട്ട് മാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവൻ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ കിടന്ന് അലിമ്പ് കാണിക്കും, കണ്ടില്ലേ. ഇപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. ഇവിടെ ടീപ്പോടെ പുറത്ത് കയറി എങ്ങനെയെങ്കിലും എത്തി വലിഞ്ഞ് കയറിയിട്ട് അവിടെ നിന്ന് ചാടി കളിക്കലും ഡാൻസ് കളിക്കലും, പിന്നെ ഇവിടെ നിന്നൊരു സോഫയിൽ നിന്ന് കയറി നടന്ന് അപ്പുറത്തെ സോഫയിലെത്തും, പിന്നെ തിരിച്ച്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അപ്പോൾ ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നതാണ് അടുത്ത എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. കാരണം ശ്രദ്ധിക്കണമല്ലോ, അല്ലെങ്കിൽ തലയും കുത്തി വന്ന് വീഴും. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു 4-5 മണിക്കൂർ ഇവനെയും കുത്തിയിരുന്ന് അങ്ങ് നോക്കണം. ഇപ്പം നോക്കാൻ ഞാനല്ലേ ഉള്ളൂ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട എൻ്റെ ജോലിയാണ്. അപ്പോൾ ഇനി അവൻ്റെ കാര്യങ്ങൾ കളിക്കുക, ഇങ്ങനെ ഓരോന്നിട്ട്. ഇടയ്ക്ക് ടി വി ഓടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടി വി നോക്കും. ടി വി കണ്ടില്ലെങ്കിലും പാട്ടിങ്ങനെ കേൾക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഉമ്മയുടെ റൂമിൽ വന്നിട്ട് ഇവിടുത്തെ ജനൽ തുറന്ന് ഇവിടുത്തെ വ്യൂവും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം മഴയൊക്കെ പെയ്തതിൻ്റെ ആ ഒരു എന്താണ് ഒന്നും വരുന്നില്ലല്ലോ, ആ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. മതി. അപ്പം ഞാൻ ഇവനെ ഇപ്പോൾ റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഇവനെ ജസ്റ്റ് ഒന്ന് അവിടെ ഇരുത്തി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചീപ്പ് കണ്ടപ്പം കോമ്പെടുത്തൊന്ന് ഹെയർ ജീവി കൊടുത്തേ. എന്നിട്ട് ഉമ്മയാണെങ്കിൽ ഇവനെ എടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് റൂമിൽ. അപ്പോൾ വാപ്പ അയൺ ചെയ്യുന്നത് കാരണം ഇവനെ അങ്ങോട്ട് വിട്ടിട്ടില്ല. കാരണം ചൂടാണല്ലോ അയൺ ബോക്സ്. തുടയും വലിക്കുകയും വയറൊക്കെ പിടിച്ച് വലിക്കുകയും ഇതൊക്കെ ചെയ്യാറുണ്ട്, എല്ലാ പരിപാടിയും കയ്യിലുണ്ട്. അപ്പോൾ
അതുകൊണ്ട് അപ്പോൾ ഉമ്മ തന്നെ പിടിച്ച് വെച്ചേക്കാണ്, ഇവിടെ വന്ന് കളിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് ഈ റൂമിലൊക്കെ വന്നാൽ റൂമൊക്കെ നമ്മൾ അടച്ചിടാറാണ് പതിവ്, കാരണം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അങ്ങനെ അവൻ്റെ കുറച്ച് നേരം പ്ലേ ടൈമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയായിട്ടുണ്ട്, ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലഞ്ചിന് കഴിക്കുന്നത് ദോശയാണ് ഗൈസ്. അത് ഇതെന്താണ് ദോശയാണോ എന്നും കൊടുക്കുന്നതെന്ന് വിചാരിക്കും. അല്ല, ചോറാണ് എന്നും കൊടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് എന്താണ് വ്ളോഗ് എടുക്കുന്ന ദിവസം ദോശയായിപ്പോയി. വേറൊന്നുമല്ല, ഞാൻ ഇന്ന് നെയ്ച്ചോറാണ് വെക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നെയ്ച്ചോറ് വെക്കുന്ന കാരണം വയ്ക്കുന്നതെന്നല്ല, ഞാൻ വച്ചത്. അപ്പോൾ ഇച്ചിരി പോലെ ഒന്ന് പച്ചമുളക് ഇട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് എരി കൂടിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ അവന് വേണ്ടാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ നെച്ചോറ് കൊടുക്കുക, അവൻ നെച്ചോറ് കഴിക്കും. പിന്നെ ചിക്കൻ കറി ഉമ്മ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചിക്കൻ എടുത്തിട്ട് ദോശയായിട്ട് കൊടുക്കാമെന്ന്. പിന്നെ ചിക്കനിൽ ജസ്റ്റ് വെള്ളം പോലെ കാണുന്ന വെറുതെ ഇല്ല, ചൂടുവെള്ളം തന്നെയാണ്, കാരണം എരിയാണല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ടേ കൊടുക്കാറുള്ളൂ. പിന്നെ അപ്പോൾ അവൻ കഴിച്ചോളും, കുഴപ്പമില്ല. അവന് പിന്നെ അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടിയാൽ മതി, മാഷല്ലാ. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. കഴിക്കാൻ കൊടുത്ത ആളിരുന്ന് കഴിച്ചോളും, എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി, എന്നെ പോലെയാണ് കേട്ടോ. അപ്പോൾ അവന് ഉള്ള ദോശയും പിന്നെ ചിക്കനും ഒക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അവനിതാ വീണ്ടും എന്താണ്, സത്യം പറഞ്ഞാൽ ഇനി ഒരു ഉറങ്ങേണ്ട ഒരു കാര്യമുണ്ട്, പക്ഷെ ആൾ ഉറങ്ങിയിട്ടില്ല, ഇവിടെ നിന്ന് വീണ്ടും കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും കളിക്കട്ടെ. അപ്പോൾ ഈ വണ്ടി റൂമിലാണ് ഇട്ടിരുന്നത്, കാരണം ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചു കൊടുത്താണ്. നല്ല അടിപൊളി സാധനമാണ്, ക്വാളിറ്റിയാണ്, ഞാനും കയറി ഇരിക്കാറുണ്ട്. അപ്പോൾ ഇത് റൂമിലിട്ടേക്കുന്ന വേറെ നല്ലത്, ഇതുപോലെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് സർക്കസ് കാണിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റിന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ സർക്കസ് കാണിക്കുന്നു. പിന്നെ റീക്കാണെങ്കിൽ ഓടിപ്പോയി അവനെ സേഫാക്കാൻ വേണ്ടി പുറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്, അതുകൊണ്ട് തന്നെ റീക്കായും കൂടെ ഉള്ളത് കാരണം ഇന്നിപ്പോൾ കുറച്ച് നേരം അവൻ്റെ കാര്യങ്ങൾ റീക്കായും കൂടെ നോക്കും. അപ്പം രാവിലെ കുറച്ച് നേരം റീക്ക കിടന്നായിരുന്നു, അതുകൊണ്ട് പിന്നെ ഫുൾ ഡ്യൂട്ടി എൻ്റെ പരിപാടിയായിരുന്നു, ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഞാനല്ലേ ഉള്ളൂ നോക്കാനെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഉച്ചയായപ്പം നമ്മൾ രണ്ടുപേരും കൂടെയാണ് നോക്കുന്നത്, വേറെ ഒന്നുമില്ല, ഞാനും നോക്കുന്നുണ്ട് റീക്കായും നോക്കുന്നുണ്ട്. എന്തൊക്കെ സർക്കസാണ് ഇവിടെ കിടന്ന് നോക്കുന്നു എന്ന് പറഞ്ഞ് നോക്കുന്നേ വായി വരുന്നുള്ളൂ, കാണിക്കുന്നതെന്ന്. പാപ്പായും മോനും കൂടെ ഇവിടെ സൈക്കിളിൽ കളിയാണേ. നമ്മൾ കയറി ഞാൻ ഇരിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കളിക്കാൻ നേരം. ഇവന് വേറൊരു കാറും കൂടെ ഉണ്ട്, അപ്പോൾ അവൻ കാറിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ സൈക്കിളിൽ കയറി ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരും അവൻ. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ അവന് അത് വേണം, അതിൽ കയറി ഇരിക്കണം. ഇപ്പോൾ എന്ന് പറയുന്നത് ആദ്യം വാങ്ങിച്ച സമയത്ത് ബർത്ത്ഡേ കിട്ടിയ സാധനമാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഗിഫ്റ്റാണെന്ന്. അപ്പോൾ കിട്ടിയ സമയത്ത് കാലൊന്നും എത്തൂല, ഓടിക്കാനും അറിയണ്ട, പിന്നെ ഇരിക്കാനും നേരെ ഒന്നും അറിഞ്ഞൂടാ കേട്ടോ സൈക്കിളിലൊന്നും. ഇപ്പോൾ കയറി ഇരിക്കും, എത്തിയില്ലെങ്കിലും ഒരു ഒറ്റ കാല് അവനറിയാം, ഒരു കാല് മാത്രം താഴെ വെച്ചിട്ട് മറ്റേതിങ്ങനെ പൊക്കി വെച്ച് ഇങ്ങനെ എന്തി ഓടിക്കാനൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ ഇരുന്ന് ഓടിക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചൊന്ന് റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് കുടിക്കാം. പിന്നെ ഇടയിൽ ഞാൻ ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ട് എമ്രൂന്. അപ്പോൾ ഇന്നിപ്പം മോർണിംഗ് ബ്ലൂബെറിയൊക്കെ കൊടുത്തല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം അവൻ കളിക്കുകയൊക്കെ ചെയ്തില്ലേ, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആളൊന്ന് തളരുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഓറഞ്ച് ജ്യൂസ് അടിച്ചു കൊടുക്കും. ഇവന് ഓറഞ്ച് ജ്യൂസാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഓറഞ്ച് ജ്യൂസാണ് അടിച്ചു കൊടുക്കും. കൊടുത്ത ബോട്ടിൽ തന്നെ അപ്പോൾ തന്നെ കാലിയാക്കും കേട്ടോ. അതാ ഇവിടെ വന്ന് കണ്ടില്ല, എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സമാധാനം ഇല്ല, അവൻ ഇപ്പം തന്നെ അടിച്ചങ്ങ് കൊടുക്കണം, ഞാൻ ഒരാളിൽ നിന്ന് അടിക്കണ്ടേ ഓറഞ്ച്. അപ്പോൾ അതാ കൊടുത്തപ്പോൾ ഇപ്പം നോക്കിക്കോ ഫുള്ള് ഒരൊറ്റ അടിക്കങ്ങ് കുടിച്ച് തീർക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച് ജ്യൂസ്. വേറെയും ജ്യൂസ് അടിച്ചു കൊടുക്കാറുണ്ട്, പിന്നെ ലിറ്റിൽ ഷുഗർ ഇടും കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ല ഇതിന് മുന്നുള്ള വ്ളോഗിൽ, ഇവൻ ഈ കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷം ഡോക്ടർ തന്നെ പറഞ്ഞു കുറച്ച് ഷുഗറൊക്കെ ഇട്ടിട്ട് ജ്യൂസ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുട്ടികൾ കുടിക്കുമല്ലോ, അതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ ഇല്ല, ഞാൻ ചില സമയം ആദ്യമൊക്കെ 1-2 തവണയൊക്കെ രണ്ട് തവണ അടിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു തവണയാണ് കൊടുക്കുന്നത്. പിന്നെ അവന് വാട്ടർ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ ഓർമ്മിപ്പിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അവന് വെള്ളം തയ്ച്ച് അവൻ തന്നെ എടുത്ത് കുടിക്കാറുണ്ട് കേട്ടോ. സോ അവൻ കുടിക്കും, ബോട്ടിൽ അവിടെ വച്ചേക്കും. പിന്നെ ജ്യൂസ് കണ്ടില്ലേ ഇരുന്ന് കുടിക്കുന്നത്, നിങ്ങൾ നോക്കിയോ എത്ര നേരം കൊണ്ടാണ് കുടിച്ച് തീർക്കുന്നതെന്ന്. ഒറ്റയടിക്ക് വേറെ എന്തെങ്കിലും ജ്യൂസാണെങ്കിൽ ഇവിടെ വെച്ചേക്കും കേട്ടോ. കുറച്ച് നേരം പതുക്കെ ആയിരിക്കും കുടിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പോൾ അവക്കാടൊക്കെ ആണെങ്കിൽ പാലൊക്കെ ഇട്ട് അടിച്ച്, പാലെന്ന് വെച്ചാൽ പച്ചപ്പാലല്ല, നമ്മൾ ചൂടാക്കിയ പാലാണേ, ആ ചൂടാക്കിയ പാലിൽ അടിച്ചു കൊടുത്താൽ അതും കുടിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഏതോ ഒരു ജ്യൂസ് ഞാൻ ഇടയ്ക്ക് കൊടുത്തപ്പോൾ അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, പിന്നെ ഞാനത് കൊടുത്തില്ല. അത് ഏത് ജ്യൂസായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അത് വിടാം. TV ഓടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, ലഞ്ചൊക്കെ കഴിച്ചാൽ മതി, ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്താണ് ഇനിയിപ്പോൾ ആൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. ഇത്ര നേരം നിന്നതല്ലേ, ടയേർഡായിട്ടുണ്ട്. ചില ദിവസങ്ങളിലെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കളിച്ച് പിന്നെ ലഞ്ച് കഴിച്ചിട്ട് ഉടനെ തന്നെ ഉറങ്ങും കേട്ടോ. ചില ദിവസം ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എമ്രുവിനെ ഉറക്കണം. അതിന് മുന്നേ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ അവനെ ഫ്രഷ് ആക്കിയിട്ടില്ല. ചില സമയം ഞാൻ രാവിലെ തന്നെ ഫ്രഷ് ആക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രഷ് ആക്കാത്ത കാരണം ഇനിയിപ്പം ഫ്രഷ് ആക്കിയിട്ട് വേണം കൊണ്ടുപോയി കിടത്തിയൊക്കെ ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ എമ്രുവിനെ ഞാൻ ഉറക്കിയിട്ടുണ്ട്. ഉറങ്ങി ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട്, വൈകിട്ടൊരു 5
മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവനുള്ള സ്നാക്കിന് റെഡിയാക്കണം. അപ്പം ഈവനിങ് ആകുമ്പം എന്തായാലും ഒരു സ്നാക്ക് ഞാൻ കൊടുക്കും കേട്ടോ. അത് അവന് നിർബന്ധമാണ്, അവൻ ചോദിക്കും. അതായത് ആ സമയമാകുമ്പം അവന് ഓട്ടോമാറ്റിക്കാണ് വിശക്കും. അപ്പോൾ ഇന്നിപ്പോൾ സാധാരണ ഞാൻ ചില സമയം പഴമൊക്കെ കൊടുക്കും. കപ്പപ്പഴം ഉണ്ടെങ്കിൽ കപ്പപ്പഴം, ചെറിയ പഴം ഉണ്ടെങ്കിൽ ചെറിയ രസകദളിപ്പഴം, ഇതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പഴമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു ഓട്ട് പാൻ കേക്ക്, ബ്ലൂബെറി ഓട്ട് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സംഭവം വേറെ ഒന്നുമല്ല, ബ്ലൂബെറി വാങ്ങിച്ചത് ഇവിടെ ഒരുപാട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ മുതലാക്കിയില്ല, ഒന്ന് മുതലാക്കുന്നതാണ്, അത് വേസ്റ്റായി പോവും. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഓട്ട് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓട്സ്, അതുപോലെ തന്നെ പാല്, പിന്നെ നമുക്ക് വേണ്ടത് മുട്ട, ബ്ലൂബെറി. ഓക്കെ, അപ്പോൾ ഓട്സ് ഞാനിങ്ങനെ മിക്സിയിലിട്ട് ഓട്സും ബ്ലൂബെറിയും കൂടെ അടിച്ചെടുത്തതാണ് ഒന്നിച്ച്. അങ്ങനെ നമുക്ക് അടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കലക്കിയിട്ട് ബട്ടറും കൂടെ ഒഴിച്ചൊന്ന് മറിച്ചിട്ടാൽ മതിയാവും. ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ എന്തോന്ന് പറയാം, മറിച്ചിടുന്ന ഭാഗം എത്തിയപ്പോൾ അങ്ങ് മറിച്ചിട്ടാൽ മതിയാവും എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഓട്ട് പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുള്ള ഞാൻ കട്ട് ചെയ്ത് കുളിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ടാണ് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റത്. ഇവിടെ അതും ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തോണ്ട് ആളിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. സ്വയം എടുത്ത് കഴിച്ചോളും. അങ്ങനെ അവനിരുന്ന് കഴിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈവനിങ് നമുക്ക് എന്തെങ്കിലും സ്നാക്ക് ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ, പഴമായാലും കൊടുത്താൽ മതി, അവൻ കഴിച്ചോളും. അല്ല, എല്ലാ ബേബീസും കഴിക്കാൻ ഇഷ്ടമുള്ള ബേബീസൊക്കെ കഴിച്ചോളും. ഓക്കെ, അപ്പോൾ വെള്ളവും കൂടി ഇനി എടുത്ത് കൊടുക്കട്ടെ, കഴിക്കുന്നതല്ലേ, വെള്ളം ദാഹിക്കില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് വീണ്ടും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണിച്ചുകൊണ്ടിരുന്നോളും കേട്ടോ. പിന്നെ രാത്രി ഡിന്നർ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒരു മോർണിംഗ് ടു ഈവനിങ് അവൻ കഴിക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നൈറ്റുള്ള ഇത് കാണിക്കുന്നില്ല. നൈറ്റ് ഇതുപോലെ എന്തെങ്കിലും ഫുഡ് ഉള്ളത് എന്താണോ അതൊക്കെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല. നമ്മളുണ്ടാക്കുന്നത് എന്തെങ്കിലും കാണുമല്ലോ, അതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്, അവൻ കഴിക്കും. പിന്നെ ഇടയ്ക്ക് കുറച്ചൊന്ന് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കാറുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇപ്പം തോരനാണെങ്കിലും നമ്മൾ വിഴുക്കാണെങ്കിലും അതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇവൻ കഴിച്ചതിന് ശേഷം ഞാനിങ്ങനെ ഈ ടേബിൾ ക്ലീൻ ആക്കും. പിന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കുന്നതല്ലേ കഴിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ടിഷ്യൂ വെച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ അവന് ടിഷ്യൂ എടുത്ത് എന്നെ പോലെ ക്ലീൻ ചെയ്യുന്ന കേട്ടോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ വിചാരിച്ചത് അവനെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു കോമൻറ്റും കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ഒരുപാട് പേര് ഹെയർ കട്ടിൻ്റെ വ്ളോഗ് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാവേ, ഒന്ന് ക്ഷമിക്കണം, കുറച്ചൊന്ന് ലാഗ് ആവുന്നത് വീണ്ടും എടുത്ത് പറയുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഒരു പുതിയൊരു വ്ളോഗിൽ കാണാം. ഇനിയിപ്പോൾ ഞാൻ എമ്രുവും കൂടെ ഇങ്ങനെ സെൽഫി ക്യാമറയിൽ 1-2 സംസാരങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. അവൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കളിക്കാറുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.